വേദയുടെയും വിക്രമിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രത്തിൻ്റെയും സുധാകരൻ മാഷിൻ്റെയും ഇടയിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ മണ്ഡലകാലം കഴിയുമ്പോഴേക്കും അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നം ഞാൻ തീർക്കുമെന്ന് തീർത്ത് പറയുകയാണ് നമ്മുടെ വേദ. അങ്ങനെ അവരുടെ റൂമൊക്കെ അവർ വൃത്തിയാക്കുന്നുണ്ട്. ഇത് വിക്രം കാണുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മാഷിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആക്കി റൂം ഭയങ്കര അടിപൊളിയാക്കി മാറ്റുന്നുണ്ട്. അത്ഭുതം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വിനായകനും അവരെ സഹായിക്കുന്നുണ്ട്. കട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവന്നിടാനൊക്കെ സഹായിക്കുന്നുണ്ട്. നന്ദിനിക്കാണെങ്കിൽ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടും എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സഹായിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. കുറച്ച് അടിച്ചു വാരി കൊടുക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ റൂമെല്ലാം അടിപൊളിയാക്കിയതിന് ശേഷം വേദ വിക്രത്തിനെ ഫോൺ ചെയ്ത് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഹലോ വിക്രം, ഒരു സർപ്രൈസ് ഉണ്ട്, ഒന്ന് വരാൻ സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്താണ് ഇത്ര വലിയ സർപ്രൈസ്? ഞാൻ എന്തായാലും വരാൻ വേണ്ടി നിൽക്കുകയാണ്, ഞാനിപ്പോൾ വരാം എന്ന് പറയുന്നു. അങ്ങനെ ബൈക്കിൽ വന്ന് ഇറങ്ങി നോക്കുന്നതേ ആ റൂമായിരിക്കും. പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായി കാണുന്ന ആ റൂം കാണുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഈ മുറി ആരെ വൃത്തിയാക്കിയേ? ഇത് തന്നെയാണ് സർപ്രൈസ് എന്ന് പറഞ്ഞ് വന്ന് നോക്കി നോക്ക്, ആ റൂമാണ് ഇപ്പോൾ ഉള്ളതെന്ന്. എല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്, എന്നെ എല്ലാവരും സഹായിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ഞാനും ശ്രീചേട്ടത്തെയും വിശ്വേട്ടനും ചേർന്നാണ് ഇതെല്ലാം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയത്. അതുമാത്രമല്ല, വിനായകൻ ചേട്ടനും കട്ടിൽ കൊണ്ടിടാൻ സഹായിച്ചു. കട്ടിലോ? ഏത് കട്ടില്? ആന്നേ, അച്ഛൻ പറഞ്ഞിട്ട് കട്ടിൽ കൊണ്ട് ഇടുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അല്ല, അച്ഛൻ ആ റൂം വൃത്തിയാക്കണ്ടെന്നായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഏതെങ്കിലും അച്ഛന്മാർക്ക് സ്വന്തം വീട്ടിലുള്ള റൂം ഇങ്ങനെ വൃത്തികേടായി കാണണമെന്ന് ആഗ്രഹിക്കുമോ? അത് നിങ്ങൾ മക്കൾ ശരിക്കും ചിന്തിക്കണമായിരുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് എനിക്കത് അറിയാമായിരുന്നു, ആ റൂം വൃത്തിയായി കാണുന്നതാണ് അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. നിങ്ങൾ മക്കൾക്ക് ആ പാവം അച്ഛൻ്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി അച്ഛന് വീട് വൃത്തിയാക്കിയിടാൻ തന്നെയായിരുന്നു ഒരുപാട് സന്തോഷം. അപ്പോൾ ശരിക്കും എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അച്ഛൻ ചിലപ്പോൾ ചൂടാകുമെന്നൊക്കെ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. നന്ദിനിയിടത്തെയാണെങ്കിൽ ഇടയ്ക്കൊന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊക്കെ നോക്കിയെങ്കിൽ അതൊന്നും നടന്നില്ല. അച്ഛൻ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു ചെയ്തത്. അത് മാത്രമല്ല, ആ കോണിപ്പടീൻ്റെ റൂമിൻ്റെ അവിടെ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇത്തിരി ഒന്ന് ടാർപ്പൻറ്റൈൻ അടിച്ചാൽ തന്നെ ഭംഗിയാവും, അതെല്ലാം റൂമിൽ കൊണ്ടുപോയിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അച്ഛൻ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതെല്ലാം കേൾക്കുമ്പോൾ വിക്രം ശരിക്കും ഒന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ റൂമിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ കയറി നോക്കുന്നുണ്ട്. അപ്പോൾ റൂമെല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ വിക്രമിന് തന്നെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ വേദയെ അറിയാതെ വേദയെ സ്നേഹത്തോടെയും ഒരു ചെറു പുഞ്ചിരിയോടു കൂടിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെയുണ്ട്. കാരണം വേദയാണല്ലോ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം എന്തായാലും വിക്രമിൻ്റെ മനസ്സിലുണ്ടാകും. പിന്നീട് വിക്രമിൻ്റെ ഓരോ ദിവസങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു. വേദ എല്ലാ ദിവസവും വിക്രമിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിലും ആദ്യം എതിർത്ത് പറയുമെങ്കിലും ചെല്ലുന്നൊക്കെയുണ്ട്. സ്വാമിയാണല്ലോ ഇപ്പോൾ. അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയിരിക്കുന്നു, അവർ ആൽത്തറയിലിരുന്ന് സംസാരിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള കുറേ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വിക്രമിന് തന്നെ സ്വയം കുറേ ഒരു മാറ്റങ്ങളൊക്കെ മനസ്സിലാവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെയധികം ശാന്തമായിട്ടാണ് ഇപ്പോൾ വിക്രമിൻ്റെ ലൈഫ് പോകുന്നത്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ കൂടെ ഒരു കാര്യത്തിന് പോകുകയോ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകുന്നില്ല. ഒന്നും തന്നെ ചെയ്യാനായിട്ട്, ഒരു ദുഷ്ടപ്രവൃത്തിയും ചെയ്യാനായിട്ട് വിക്രം മെനക്കെടുന്നില്ല. സ്വാമി ആയത് കൊണ്ട് തന്നെ ആ ഒരു ഭക്തിയിൽ തന്നെയാണ് വിക്രം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ വിക്രമിൻ്റെ ഈ ഒരു മാറ്റം മാഷ് ശ്രദ്ധിക്കുന്നുണ്ട്. മാഷിന് ഒരുപാട് സന്തോഷമൊക്കെ ആകുന്നുണ്ട്, നേരിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ സുധാകരൻ മാഷ് ഉച്ചയ്ക്ക് അങ്ങനെ ഒരു ദിവസം ഉണ്ണാൻ വരുന്ന സമയത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം വിക്രമിനെ അന്വേഷിക്കുകയാണ്. വിക്രം എവിടെ ഉണ്ണാൻ വന്നില്ലല്ലോ എന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ അവിടെ കമല നിൽക്കുന്നുണ്ടാവും, അതുപോലെ വേദ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അച്ഛനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്, അച്ഛൻ തന്നെയാണോ ഇത് ചോദിക്കുന്നത് എന്നുള്ള രീതിക്ക് കേട്ടോ. അപ്പോൾ കമല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല ഇപ്പോൾ വരികയായിരിക്കും എന്ന് പറയുമ്പോൾ വേദ എടുത്ത് ചാടി പറയുന്നു, ഞാനിത് ഇപ്പോൾ വിളിക്കാം അച്ഛ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് വിക്രത്തിനെ. അങ്ങനെ വേദ വിക്രത്തിനെ ഫോൺ ചെയ്യുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് വേദാള എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഈ സമയത്ത് ഇങ്ങനെയൊന്നും വിളിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വേദാള ഇതിന് നല്ല വാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തർക്കിക്കാനും വഴക്കിനൊന്നും വിളിച്ചതല്ല, അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഊണ് കഴിക്കാൻ എന്ന് പറയുമ്പോൾ വിക്രം ശരിക്കും ഞെട്ടുന്നുണ്ട്. എന്നെയോ? അച്ഛൻ എന്നെ അന്വേഷിക്കാൻ എന്ന് പറയുമ്പോൾ അതേന്നേ, ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, ഇവിടെ അച്ഛൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ വിക്രം ഓടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിക്രം നോക്കുമ്പോൾ അച്ഛൻ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്.
അച്ഛൻ്റെ സന്തോഷവും വിക്രത്തിനെ ഒരുപാട് സന്തോഷവാനാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ വിക്രം മുന്നോട്ട് പോകുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, എനിക്കിപ്പോൾ ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട്, ഈ വീട്ടിലിപ്പോൾ എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്, അച്ഛനൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ്, അതിനെല്ലാം കാരണം നീയാണ്, ഞാൻ മലയ്ക്ക് പോകാൻ മാലയിടാൻ തന്നെ കാരണമായത് നീയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ എല്ലാം മാറി മറിഞ്ഞത്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, ഞാനും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഇനി മുൻപോട്ടും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പാതി വഴിയിൽ ഇത് മുറിഞ്ഞു പോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം, അതിന് വിക്രം എൻ്റെ കൂടെ നിൽക്കണം എന്നിങ്ങനെ പറയുകയാണ്. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറയുകയാണ്, ഇനി ശ്രീകാര്യം ശ്രീനിവാസനെ കാണാനോ അവരുടെ ഒരു കാര്യങ്ങളും ചെയ്യാനോ പോകരുത്, അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച ഒരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്ന് പറയുമ്പോൾ അത് കേട്ട് വിക്രം ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്.